20 വർഷമായി ഇടതിനോട് ചേർന്ന് നിന്ന ഇടുക്കിയിലെ ദേവികുളം മണ്ഡലമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ നിലംപരിശായത്. കഴിഞ്ഞ 5 വർഷം LDFിന് വേണ്ടി അഡ്വക്കേറ്റ് എ രാജയായിരുന്നു ദേവികുളത്തെ നയിച്ചിരുന്നതെങ്കിൽ ഇനി UDFിന് വേണ്ടി F രാജ മണ്ഡലത്തെ നയിക്കും. ഒരു കുടുംബത്തിൽ നിന്നുള്ള മൂന്നാമത്തെ MLA കൂടിയാണ് F രാജ. മുതൽ 2021 വരെ S രാജേന്ദ്രനിലൂടെയും 2021 മുതൽ 2026 വരെ അഡ്വക്കേറ്റ് എ രാജയിലൂടെയുമായിരുന്നു LDF ദേവികുളം മണ്ഡലം നിലനിർത്തിയിരുന്നത്. എന്നാൽ ഇത്തവണ F രാജയിലൂടെ UDF മണ്ഡലം തിരികെ പിടിച്ചു. ഇരുപത് വർഷമായി ഇടതിനോട് ചേർന്ന് നിന്ന ഇടുക്കിയിലെ ദേവികുളം മണ്ഡലമാണ് ഇത്തവണത്തെ നിയമസഭാ തെരഞ്ഞെടുപ്പ് ഫലം പുറത്തുവന്നപ്പോൾ നിലംപരിശായത്. മണ്ഡലത്തിൽ എവിടെയാണ് വീഴ്ച സംഭവിച്ചതെന്ന് അടിത്തട്ട് മുതൽ പരിശോധന തുടങ്ങി LDF. ജനവിധി ഞങ്ങൾ അംഗീകരിക്കുന്നു. ദേവികുളം മണ്ഡലത്തിൽ ഞങ്ങൾ ജയിക്കുമെന്നാണ് പ്രതീക്ഷിച്ചിരുന്നത്. ഒരു കാരണവശാലും തോക്കാനുണ്ടായ സാഹചര്യം എന്താണെന്ന് ഞങ്ങൾക്ക് മനസ്സിലായിട്ടില്ല. ഞങ്ങൾ തെറ്റ് തിരുത്തി എന്താണ് താഴെ തട്ടിൽ നടന്നേക്കുന്നത് എന്ന് പരിശോധിച്ച് ബൂത്ത് തലം മുതൽ പരിശോധിക്കാനുള്ള തീരുമാനം എടുത്തിട്ടുണ്ട്. കഴിഞ്ഞ 5 വർഷം LDFിന് വേണ്ടി അഡ്വക്കേറ്റ് എ രാജയായിരുന്നു ദേവികുളത്തെ നയിച്ചിരുന്നതെങ്കിൽ ഇനി UDFിന് വേണ്ടി F രാജ മണ്ഡലത്തെ നയിക്കും. UDFിന്റെ ഒറ്റക്കെട്ടായുള്ള പരിശ്രമമാണ് വിജയത്തിന് പിന്നിലെന്ന് നേതാക്കൾ. UDFിന്റെ വിജയം വളരെ ശക്തമായ വിജയമാണ്. കഴിഞ്ഞ 25 വർഷകാലമായി UDFിൽ നിന്ന് നഷ്ടപ്പെട്ട ദേവികുളം നിയോജകമണ്ഡലം കേരളത്തെ LDF ഗവൺമെന്റ് കാലത്ത് പൊതുജനങ്ങൾക്ക് യാതൊരു നന്മയില്ലാതെ ഒരു ഗവൺമെന്റ് UDF അധികാരത്തിൽ വന്നാൽ മാത്രമേ ജനങ്ങൾക്ക് നന്മ ഉണ്ടാകത്തുള്ളൂ. ഒറ്റക്കെട്ടായി നിന്നുകൊണ്ട് പണിയെടുത്തതിന്റെ വിജയമാണ് ഈ UDFിന്റെ വിജയം. 5231 വോട്ടുകൾക്കായിരുന്നു മണ്ഡലത്തിൽ ഇത്തവണ F രാജ വിജയിച്ചു കയറിയത്. 50,590 വോട്ടുകളാണ് F രാജ നേടിയത്. നാല് തവണ LDFിനോടൊപ്പം ഉണ്ടായിരുന്ന ദേവികുളം മണ്ഡലം ഇത്തവണ UDF കൈക്കലാക്കി. വീഴ്ചയെ സംബന്ധിച്ച് ബൂത്ത് തലങ്ങളിലടക്കം LDF പരിശോധന ആരംഭിച്ചിട്ടുണ്ട്. ക്യാമറമാൻ AP രാജയ്ക്കൊപ്പം ബിനീഷ് ആന്റണി, കേരള വിഷൻ ന്യൂസ്, ഇടുക്കി.